നമസ്കാരം. ഒരു സഹസ്ര കോടീശ്വരൻ കോടാനുകോടികൾ പൊടിച്ചു നടത്തിയ ഒരു കല്യാണ മാമാങ്കത്തിനാണോ അതോ കൊല്ലത്തിലേറെയായി കണ്ണീര് തോരാത്ത കലാപഭൂമിയിലാണോ ഒരു ഭരണാധികാരി സമയം ചെലവഴിക്കേണ്ടത് എന്ന രൂക്ഷമായ ചോദ്യമുയർത്തി അംബാനി പുത്രന്റെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിലാകെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് മോദിക്ക് ഇങ്ങനെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ കലാപം ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി കലാപബാധിതരെ സന്ദർശിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താത്തതിലും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അംബാനി വിവാഹ ചടങ്ങിലെ ശുഭ് ആശീർവാദ് എന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. അനന്ത് അംബാനിയും രാധിക മർച്ചന്റും മോദിയുടെ കാലുകളിൽ തൊട്ടു വണങ്ങുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം. ഇരുവർക്കും പ്രധാനമന്ത്രി ഉപഹാരങ്ങൾ നൽകുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാജ്യത്തെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രതിസന്ധി, സ്ത്രീ സുരക്ഷ, തീവ്രവാദ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അംബാനിയെയും അദാനിയെയും തള്ളിപ്പറയേണ്ടി വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട മോദി രാഹുലുമായി ബന്ധപ്പെടുത്തി അംബാനിയെയും അദാനിയെയും കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നേരത്തെ അടിക്കടി വിമർശിച്ചിരുന്ന രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇരുവരെയും കുറിച്ച് സംസാരിക്കാതെയായി. അംബാനിയും അദാനിയും രാഹുലിന്റെ വീട്ടിലേക്ക് ടെമ്പോയിൽ പണമെത്തിച്ചതാണോ മൗനത്തിന് കാരണം എന്നായിരുന്നു മോദി ഉയർത്തിയ ചോദ്യം. അതേസമയം മോദിയുടെ പരാമർശത്തിനെതിരെ അതേ നാണയത്തിൽ രാഹുൽ ഗാന്ധി മറുപടി നൽകി. സ്വന്തം അനുഭവത്തിൽ നിന്നാണോ പണം ടെമ്പോയിൽ വീട്ടിലെത്തിയ വിവരം വിളിച്ചു പറയുന്നതെന്ന് രാഹുൽ തിരിച്ചടിച്ചു. തുടർന്ന് അദാനി അംബാനി പരാമർശവുമായി പ്രധാനമന്ത്രി എവിടെയും പ്രത്യക്ഷപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. മണിപ്പൂർ വിഷയത്തിൽ ഇനിയെങ്കിലും മൗനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തിൽ ലോക്സഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ തൃണമൂൽ MP മഹുവ മൊയ്ത്ര മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ചോര ചിന്തിയ മണിപ്പൂരിലെ തെരുവുകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് മഹുവ പറഞ്ഞത്. തെരുവ് നിറയെ രക്തമാണ്, നിങ്ങൾ തെരുവിലേക്ക് വരൂ, ഈ രക്തം കാണൂ എന്ന് പറഞ്ഞായിരുന്നു പാബ്ലോ നെരൂദയുടെ കവിത ഉദ്ധരിച്ച് മൊയ്ത്ര നടത്തിയ ആക്രമണം. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്കും മണിപ്പൂരിലെ കലാപഭൂമിയിലേക്കും കടന്നു ചെന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ആവർത്തിച്ച് ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ അംബാനി പുത്രന്റെ പൊടിപൊടിച്ച കല്യാണത്തിന് പോയതാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെ ചൊടിപ്പിച്ചത്. ഇതുകൊണ്ടൊന്നും മോദി കുലുങ്ങുമെന്ന് ആരും കരുതേണ്ട. അതിനൊക്കെ വേറെയാളെ നോക്കണം.